പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവായി അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 31 ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് രാവിലെ കർത്താവിനെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിയിട്ട് പറ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കരമുയർത്തി കർത്താവിനോട് പറ, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ താങ്ക് യു ലോർഡ്. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി കർത്താവെ. പോയൊരു മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. പോയൊരു വർഷക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ചു. രോഗദുഃഖങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ പോയൊരു വർഷക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവസ്നേഹത്തിനായിട്ട്, അങ്ങയുടെ കരുതലിനായിട്ട്, അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 116 സങ്കീർത്തനം 7, 8, 9, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. കൈകൾ ഉയർത്തി പറയാതെ, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. 9, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. 12ാമത്തെ വാക്യം പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ കർത്താവിന് പകരം എന്തു കൊടുക്കും? സ്തോത്രം. യഹോവയ്ക്ക് ഞാൻ 14ാമത്തെ വാക്യം, യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ, അല്ലെങ്കിൽ എൻ്റെ സ്തോത്രയാഗങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ നന്ദി പ്രകടനത്തെ സകല ജനവും കാണുക കഴിയും. 17ാമത്തെ വാക്യം, ഞാൻ കർത്താവിന് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഈ പ്രഭാതത്തിൽ ആരോടൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ അറിയിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചെന്ന് പറയുക. കർത്താവ് നിങ്ങളെ നടത്തിയെന്ന് പറയുക. പോയ വർഷം കർത്താവ് കൈപിടിച്ച് നടത്തിയെന്ന് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ആമേൻ. പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ പറയുക. ആമേൻ. എവിടെ ചെല്ലുമ്പോഴും പറയുക, കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത്, കർത്താവ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയത്, കർത്താവ് ഞങ്ങളെ അതിശയമായി നടത്തിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്നും ഞങ്ങളുടെ കഴിവല്ല, ഒന്നും ഞങ്ങളുടെ മിടുക്കല്ല. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കൈകൾ ഉയർത്തി പറ, കർത്താവിന് സ്തോത്രം. ഇന്ന് സകല ജനവും കാങ്ങ്. ആമേൻ. കർത്താവിനെ മഹത്വപ്പെടുത്തണം കേട്ടോ. ഇത്രയോത്തോളം വിശ്വസ്തയോടെ നടത്തിയ കർത്താവിന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പിതാവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പം ഞങ്ങൾ അടുത്തു വരുന്നു. ഈ വർഷക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഈ 31 പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇനി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്ക് നന്ദി. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി തന്ന്, ആലോചന തന്ന് ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സൗഖ്യത്തോടെ ഇരിക്കട്ടെ, അവൻ സന്തോഷമുള്ള ഹൃദയത്തോടെ ഇരിക്കട്ടെ. അനേകരുടെ യേശുവിനെ കുറിച്ച് പറയുവാൻ ഇന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ശരീരമായ സൗഖ്യം നടക്കട്ടെ. ഇപ്പോൾ ശാരീരികമായ സൗഖ്യം നടക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരത്തിൽ വലിയ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാമ്പത്തികമായ വിടുതലുകൾ നടക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതൊരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. ഇന്നത്തെ ദിവസം ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ മിറക്കിൾ ഡേ ആയി മാറട്ടെ. സ്വസ്ഥതയുണ്ടാകട്ടെ, ശാരീരികമായ സ്വസ്ഥതയുണ്ടാകട്ടെ, മാനസികമായ സ്വസ്ഥതയുണ്ടാകട്ടെ. ആമേൻ. എല്ലായിടത്തും അവർ ദൈവിക സമാധാനവും റെസ്റ്റും അനുഭവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണം. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, ആമേൻ, ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്കാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി നമ്മുടെ പുതുവത്സര ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കണം. ആമേൻ. പ്രത്യേകമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ ആ മീറ്റിംഗ് നടക്കുവാനും കർത്താവ് ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും ആമേൻ കർത്താവിൻ്റെ ആ കരസ്പർശം ഏൽക്കുവാനുമായി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യത്തിൻ്റെ മറവിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. തിരുനാമം മഹിമപ്പെടുവാൻ ഇടവരണം. വലിയ ദൈവകൃപ വ്യാപരിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക, നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പുതിയ വസ്ത്രമൊക്കെ റെഡിയാക്കി ആമേൻ, ആമേൻ, എല്ലാ രീതിയിലും പുതുക്കത്തോടുകൂടെ പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് കയറുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് തന്നെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നത്, വേണ്ടാത്തതായ ഒന്നും തന്നെ മുന്നോട്ട് അടുത്ത വർഷത്തിലേക്ക് ക്യാരി ചെയ്യരുത്. അതായത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. പിമ്പിലുള്ളത് ഇവിടെ നോക്കി. ഈ കഴിഞ്ഞ കാലങ്ങളിൽ പോയ വർഷം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നെഗറ്റീവായ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതെല്ലാം അങ്ങ് മറന്നിരുന്നു. ആമേൻ. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതിൽ നിന്ന് തീർക്കണം. വിദ്വേഷമുണ്ടെങ്കിൽ അതങ്ങ് തീർക്കണം. ഒന്നും അങ്ങനെയുള്ള നല്ലതല്ലാത്ത ഒരു കാര്യവും ക്യാരി ചെയ്യൽ. ആമേൻ. സന്തോഷത്തോടെ വേണം പുതുവർഷത്തിലേക്ക് കയറാൻ. ഇപ്പോൾ പോയ വർഷക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ടായ മുറിവുകൾ, മാനസികമായ മുറിവുകൾ, ആമേൻ, ശാരീരികമായ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് വരട്ടാം, ആമേൻ, ഡോക്ടർമാരെ കാണാം. എന്നാൽ മനസ്സിനകത്തുള്ള മുറിവുകൾ, ആമേൻ, അവരെന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവർക്ക് ആ നന്മ എനിക്ക് ചെയ്യാമായിരുന്നു, അവർ ചെയ്തില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ട് അത് തന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഇവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സമാധാനമായി സ്വസ്ഥമായി വേണം ആമേൻ 2025 പ്രവേശിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വേണ്ടാത്തതായ എല്ലാ ചുമടുകളും എടുത്തു കളയണം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോടങ്ങ് ക്ഷമിക്കണം. ആരോടെങ്കിലും പിണക്കമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് തീർത്തേക്കണം. ഇന്നലെ മീറ്റിങ്ങിൽ പങ്കെടുത്തവരൊക്കെ ഇന്നലെ തീർത്തു. അല്ല, ഇന്ന് രാവിലെ ആദ്യമായിട്ട് ഈ മെസ്സേജ് കേൾക്കുകയാണെങ്കിൽ ഇന്ന് ഇതെല്ലാം തീർത്തിട്ട് ആമേൻ പുതിയൊരു വ്യക്തിയായി, ആമേൻ, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ഹൃദയത്തിൽ യാതൊരു വേദനയും മുറിവുകളുമില്ലാത്ത ഒരു വ്യക്തിയായി വേണം കയറാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ പായിൽ ഇരുന്നിട്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് പറയണം, കർത്താവേ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേദനകളൊന്ന് ഹീലാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, എന്നാൽ ക്ഷമിക്കുവാനുള്ള ഒരു ഗ്രേസ് പരിശുദ്ധാത്മാവ് എനിക്ക് തരണം. പകയോടും പിണക്കത്തോടും കൂടെ പുതുവർഷത്തിലേക്ക് കയറല്ലേ കേട്ടോ. സന്തോഷത്തോടെ കയറണം. മനസ്സിൽ യാതൊരു ഭാരവുമില്ലാതെ, ഒരു വ്യക്തിയോടോ ആരോടും ഒരു വിദ്വേഷമില്ലാതെ, ആമേൻ, വീട്ടിലുള്ളവരോടായിക്കോട്ടെ, അയൽവാസികളോടായിക്കോട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരോടായിക്കോട്ടെ, ഒന്നും നിങ്ങളുടെ മനസ്സിലില്ലാതെ മുന്നോട്ട് കയറുവാൻ, അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. യെശയ്യാ 43:18-19 വാക്യങ്ങളിൽ പറയുന്നു, മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ആമേൻ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആമേൻ. ഇതൊന്നും പഴയ കാര്യങ്ങൾ, പണ്ടത്തെ തോൽവികൾ, കഴിഞ്ഞ വർഷമൊന്നും നടന്നില്ല, കഴിഞ്ഞ വർഷമൊന്നും ശരിയായില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ആമേൻ. അതെല്ലാം കളയുക. കർത്താവ് പുതിയതൊന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് തന്നെ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അപ്പോൾ തീരുമാനത്തോടുകൂടെ കയറുക പുതിയ വർഷം. വേണ്ടാത്ത ചിന്തകൾ വേണ്ട. വേണ്ടാത്തമായ എന്തെങ്കിലുമൊക്കെ വിദ്വേഷങ്ങളോ പകകളോ ഭാര്യയോടോ ഭർത്താവിനോടോ കുഞ്ഞുങ്ങളോടോ നാട്ടുകാരോടോ വീട്ടുകാരോടോ ബന്ധുക്കാരോടോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ഫ്രീ ആയിട്ട്, മനസ്സ് സ്വസ്ഥമായിട്ട് ആമേൻ പുതുവർഷത്തിലേക്ക് കയറുക. നിങ്ങളുടെ ലൈഫ് വലിയ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ആമേൻ. നമ്മൾ എന്തൊക്കെ വാഗ്ദത്തങ്ങൾ കേട്ടെന്ന് പറഞ്ഞാലും, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, ഇങ്ങനെയുള്ള ഭാരങ്ങളും ഇങ്ങനെയുള്ള മുറിവുകളും ഒക്കെ കിടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തടസ്സമാണ്. അതുകൊണ്ട് 2025 നമ്മുടെ ഏറ്റവും മഹത്തരമായി തീർക്കണമെങ്കിൽ നമ്മളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യമായത്. അതുകൊണ്ട് ആരോടെങ്കിലും വിദ്വേഷമോ പിണക്കമോ പകയോ, ആമേൻ, നാളുകളായിട്ട് പിണങ്ങിയിരിക്കുന്നവരോട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, അവരോടെല്ലാം ക്ഷമിച്ചിട്ട്, ആമേൻ, അവരെന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി അവരോട് ക്ഷമിക്കുന്നത്. ശരിയാ, നിങ്ങളുടെ ഭാഗത്താണ് ശരി, അവരുടെ ഭാഗത്താണ് തെറ്റ്, അവരാണ് കൂടുതൽ നിങ്ങളെ ഉപദ്രവിച്ച് ദോഷം ചെയ്ത്, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവരോട് ക്ഷമിച്ചിട്ട് ഈ പുതുവർഷം സമാധാനമായി പ്രവേശിക്കുക. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. ദൈവസന്നിധി പായയിലിരിക്കുക. ദൈവത്തിന് സ്തോത്രം പറയുക. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. ആമേൻ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ, എന്നിൽ വ്യസനത്തിൽ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ ഒന്ന് ശോധന ചെയ്തിട്ട്, എന്നെ ഒന്ന് തൂക്കി നോക്കിയിട്ട്, എന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട്
എന്നിൽ തിന്മയായിട്ട് ദോഷമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നിൽ നിന്ന് മാറ്റി എന്നെ ഒരു നല്ല മനുഷ്യനാക്കി കർത്താവേ അങ്ങയുടെ രാജ്യത്തിന് പ്രയോജനമുള്ളവനാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറുക. അവൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ ഒരു കുറവും കാണത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുവാൻ പ്രാർത്ഥിക്കുക ഈ പകൽക്കാലം. എന്നിട്ട് അതെല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം പുതുവർഷത്തിലേക്ക് കയറാൻ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. നമ്മളെ കാത്ത് പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നും നിങ്ങൾ ഈ മോർണിംഗ് മെസ്സേജ് കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഇത് ഷെയർ ചെയ്യുന്നതിനും നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിലുപരിയായി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവൻ 2025 നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ. കേട്ട വചനം നിങ്ങൾ പ്രമാണിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം ഏറ്റവും ശോഭനമായിരിക്കും ഈ വർഷം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.